സൗരപ്രഭയിൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് എടപ്പാൾ കൃഷിഭവന് മുകളിൽ സ്ഥാപിച്ച പാനലുകളിൽ നിന്നും ദിവസവും 100 വാട്ട് സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് സൗരപ്രഭ. എടപ്പാൾ കൃഷിഭവൻ കെട്ടിടത്തിന് മുകളിൽ ആകെ 20.34 kW കപ്പാസിറ്റിയുള്ള 550 വാട്ട്സിന്റെ 37 പാനലുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു ദിവസം 100 യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ഈ പദ്ധതിയിലൂടെ കഴിയും. എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിലായി സ്വരാജ് ട്രോഫി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ തരത്തിലാണ് ഞങ്ങൾ ഓരോ പ്രോജക്റ്റുകൾക്കും വിഭാവനം കൊടുക്കുന്നത്. കാർഷിക മേഖലയായാലും മറ്റു ക്ഷീരമേഖലയായാലും വിദ്യാഭ്യാസം, കൃഷി എല്ലാ മേഖലയിലും ഞങ്ങൾ പുതിയ പദ്ധതികൾ രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഊർജ്ജ സംരക്ഷണത്തിൽ സൗരപ്രഭ എന്നൊരു പ്രോജക്റ്റിന് ഈ വർഷം നമ്മൾ അംഗീകാരം കിട്ടിയതും അത് പ്രവർത്തനം കഴിഞ്ഞതും. കൃഷിഭവൻ്റെ മുകളിലാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം അതിൻ്റെ ബാക്കി മറ്റ് പഞ്ചായത്തിൻ്റെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ പ്രവർത്തനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം കാത്ത് ആ പദ്ധതി കിടക്കുകയാണ്. കൃഷിഭവൻ കെട്ടിടത്തിലേക്ക് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന വൈദ്യുതി പഞ്ചായത്തിന് കീഴിലെ മറ്റ് സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കും. അധികം വരുന്ന വൈദ്യുതി KSEB ഡിഗ്രിയിലേക്ക് മാറ്റിയാണ് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത്. ഇതിനായി KSEBയുമായി കരാർ ഏർപ്പെട്ടിട്ടുമുണ്ട്. 13 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സൗര പാനലുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ പൂർത്തിയായി കഴിഞ്ഞു. ഉടൻ തന്നെ ഉദ്ഘാടനം നടത്തി പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കും. നമ്മുടെ കൃഷിഭവൻ കെട്ടിടത്തിന് മുകളിലാണ് ഈ പദ്ധതി ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കൃഷിഭവൻ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ കുറച്ച് വൈകിയതാണ് 2023-24 സാമ്പത്തിക വർഷം ഈ പണി പൂർത്തിയാക്കാൻ കഴിയാതെ പോയത്. ഇപ്പോൾ കൃഷിഭവൻ കെട്ടിടം പണി പൂർത്തിയായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സൗരപ്രഭ പദ്ധതിയും പൂർത്തിയായിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഈ പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിക്ക് അനുസരിച്ച് തന്നെ അവിടെ കണക്റ്റഡ് ലോഡ് വേണം എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നു. 20 kW കണക്റ്റഡ് ലോഡ് ഉണ്ടെങ്കിലേ ഇത് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൃഷിഭവൻ ഓഫീസ് 3 phase ആക്കി 20 kW കണക്റ്റഡ് ലോഡ് എടുത്ത് അത് പഞ്ചായത്തിൻ്റെ ഫണ്ട് എടുക്കാതെ തന്നെ ഞങ്ങൾ നല്ല മനസ്സുള്ള ആളുകളെ സമീപിച്ച് ധനസമാഹരണം നടത്തിയിട്ടാണ് 3 phase ആക്കി കണക്റ്റഡ് ലോഡ് കൂട്ടി 20 kW കണക്റ്റഡ് ലോഡ് സംവിധാനത്തിലേക്ക് എത്തി. ഇപ്പോൾ അനർട്ടാണ് വർക്ക് എടുത്ത് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു ദിവസം 100 യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഈ പദ്ധതിയിലൂടെ എന്നാണ് ഇതിൻ്റെ ബന്ധപ്പെട്ടവർ പറയുന്നത്. ഒരു ദിവസം 100 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൃഷിഭവൻ കെട്ടിടത്തിന് ആവശ്യമായ വൈദ്യുതി നൽകിയതിന് ശേഷം ബാക്കിയുള്ള വൈദ്യുതി നമ്മുടെ പഞ്ചായത്തിലെ ഘടക സ്ഥാപനങ്ങളും അംഗനവാടികൾക്കും കൊടുക്കണം എന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതുപ്രകാരം ഇപ്പോൾ 26 അംഗൻവാടികൾ സെക്രട്ടറിയുടെ പേരിലാണ് വൈദ്യുത കണക്ഷൻ. ആ സെക്രട്ടറിയുടെ പേരിൽ വൈദ്യുത കണക്ഷൻ ഉള്ള എല്ലാ അംഗൻവാടികളുടെ കറണ്ടും ഈ പദ്ധതിയിലേക്ക് മാറ്റും. അനർട്ടിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. NCV ന്യൂസ് എടപ്പാൾ. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.